ഇന്നലെ നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലേക്ക് 2.5 ഇഞ്ച് വരുന്ന 2 ടൈഗർ ഓസ്കാറുകൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ കൂടാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ഈ ഓസ്കാറുകളാണെന്നുണ്ടെങ്കിൽ തണുപ്പിനോട് കുറച്ച് സെൻസിറ്റീവാണ്. രാവിലെ തന്നെ ഞാൻ വന്നൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട്. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ മനസ്സിലായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ വന്നിട്ട് ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. കണ്ടില്ലേ, ഫുഡ് കാര്യങ്ങളെല്ലാവരും മൊത്തമായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. കുറച്ച് തരിയും പൊടിയൊക്കെ താഴെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഈ ടാങ്കിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവർ മുകൾ ഭാഗത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോഴാണ് ഇപ്പോൾ സൈഡിലേക്ക് മാറിപ്പോയിട്ടുള്ളത്. കുറച്ച് നാളിങ്ങനെ ഉണ്ടാവും, നമ്മളുമായിട്ടൊന്ന് സെറ്റ് ആവണ വരെ. അത് കഴിയുമ്പോൾ ശരിയായിക്കോളും. പിന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ അത്ര നല്ല രീതിയിൽ തണുപ്പുണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അധികം തണുപ്പൊന്നുമില്ല. നമ്മൾ മറ്റ് ടബുകളിലൊക്കെ ഉള്ള ആ സെയിം ടെമ്പറേച്ചർ തന്നെയാണ്. അതായത് വെള്ളം തണുക്കാൻ മാത്രം അന്തരീക്ഷത്തിൽ അങ്ങനെ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ തണുപ്പ് വരുമ്പോഴാണ് ഈ വെള്ളം തണുക്കുന്നത്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചൂടാവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതായത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മറ്റ് ടബുകളിലൊക്കെ പ്ലാസ്റ്റിക് തിന്നായതുകൊണ്ട്, ബക്കറ്റിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് തിന്നായതുകൊണ്ട് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ആ ഒരു ചൂട് പെട്ടെന്ന് ബാധിച്ചിട്ട് അതിനകത്ത് വെള്ളം കുറച്ച് വാമാവും. അതേസമയം ഇതിനകത്ത് ഹെവി ഇൻസുലേഷൻ ആയതുകൊണ്ട് ആ തണുത്ത വെള്ളം പിന്നെ ഒന്ന് ചൂടായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളം മാത്രം നല്ല രീതിയിൽ തണുത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അന്തരീക്ഷത്തിലെ തണുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് ചെക്ക് ചെയ്തപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നോർമലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഓസ്കാറുകൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അവർക്ക് വേറെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഫുഡ് കൊടുത്തതെല്ലാം അവർ ഫുള്ളായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ പെല്ലറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു സൈസാണ് ഫീഡ് ചെയ്യുന്നത്. കാരണം ഇവർ ചെറുതായതുകൊണ്ട് അവിടെ മൗത്ത് സൈസിന് ഈക്വൽ ആയിട്ടുള്ള ആ ഒരു പെല്ലറ്റാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഓസ്കാറുകൾ നല്ല രീതിയിൽ പെല്ലറ്റ് കഴിക്കുന്ന മീനുകളായതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് ഒന്നും ഫുൾ ടൈം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും ഇവർക്ക് കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ചെമ്മീനാണ്. അത് പെല്ലറ്റ് ഒഴിവാക്കിയിട്ട് ചെമ്മീൻ മാത്രം കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ കൊടുത്താൽ മതി, ഓവറായിട്ടൊന്നും ഫീഡ് ചെയ്യാതെ. ചെമ്മീൻ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ കയറി വരും. കാരണം അതിനകത്ത് ഈ ആസ്റ്റക്സാന്തി എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ കളർ നല്ല രീതിയിൽ വരും. റെഡ് കളറൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇവർക്ക് ഈ നോൺ വെജ് കൊടുത്ത് ശീലിപ്പിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലും ഈ നോൺ വെജ് തിന്ന് ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെല്ലറ്റ് എടുക്കുന്നതിന് അളവ് കുറയും. അപ്പോൾ നമ്മൾ മാക്സിമം പെല്ലറ്റ് തന്നെ ഫീഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പെല്ലറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ കഴിച്ച് ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാണ്. ഈ ചെമ്മീനും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. മാത്രമല്ല ഈ ഫ്രോസൺ ഫുഡ് റെഗുലറായിട്ട് മീനുകൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണ് കൊടുക്കുന്നതിൻ്റെ കുഴപ്പമില്ല. അത് നമ്മൾ പിന്നെ ഫ്രീസറിൽ വെച്ച് പിന്നെ ഡീപ് ഫ്രീസ് ചെയ്തൊക്കെ കൊടുക്കുന്നത് അത് അത്ര നല്ലതല്ല. എനിക്ക് അത്ര താല്പര്യമില്ല സത്യം പറയുകയാണെങ്കിൽ ഈ ഫ്രോസൺ ഫുഡ് കൊടുക്കുന്നതിനോട്. അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഞാൻ മണ്ണിരകളൊക്കെ കൊടുക്കാറുണ്ട് മഴക്കാലത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ചെമ്മീനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ നമുക്കത് സ്ഥിരമായിട്ട് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പല ആൾക്കാരും ഫ്രോസൺ ഫുഡ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങി വെച്ച് അത് ക്ലീൻ ചെയ്ത് ബോക്സുകളിലാക്കി ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ അത് ഡീപ് ഫ്രീസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതി. ഞാൻ അങ്ങനെ തന്നെയാണ് നമ്മുടെ ജയൻറ്റ് ഗൗരാമികൾക്കൊക്കെ ചിക്കനും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പ് നമ്മൾ ചെമ്മീനും കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ നോൺ വെജ് മാത്രം കഴിക്കുന്ന മീനുകളാണ്, ഉദാഹരണത്തിന് ഇപ്പോൾ അലിഗേറ്റർ കാർ, നമ്മുടെ സ്നേക്ക് ഹെഡ് പോലുള്ള മീനുകൾക്കൊക്കെ പിന്നെ അവർ ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അതായത് ഫ്രഷ് കിട്ടുമ്പോൾ ഫ്രഷ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഫുഡ് കൊടുക്കുക. അതേസമയം ഓസ്കാർ പോലുള്ള മീനുകൾ നോൺ വെജും കഴിക്കും, അതേസമയം ഒരു പെല്ലറ്റും എടുക്കുന്ന മീനുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവരെ സ്ഥിരമായിട്ട് നോൺ വെജ് ഫീഡ് ചെയ്ത് അവരെ അത് മാത്രം കൊടുത്ത് ശീലിപ്പിക്കേണ്ട കാര്യമില്ല. പെല്ലറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പെല്ലറ്റ് തന്നെ മെയിൻ സ്റ്റേപ്പിൾ ഫുഡായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്നാണ് അർത്ഥം. അപ്പോൾ റെഗുലറായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പെല്ലറ്റ് ഫുഡ് കൊടുക്കുക. അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് നോൺ വെജ് ഫുഡുകൾ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മണ്ണിരകളോ അല്ലെങ്കിൽ ചെമ്മീൻ പോലുള്ള സംഭവങ്ങൾ. പിന്നെ ഈ BSF ലാർവയൊക്കെ അടിപൊളി സാധനമാണ് ഇവർക്ക് കൊടുക്കാനായിട്ട്. ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഓസ്കാറുകളുടെ അപ്ഡേറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നോക്കി, സംഭവം എല്ലാം ഓക്കെയാണ്, പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഓക്കെയാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്, ഓക്കെ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. എയറേഷൻ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഓൺ ചെയ്തിട്ടില്ല. 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ എയറേഷനും കൊടുത്തു തുടങ്ങും. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ വെള്ളം മാറ്റിയതാണ്, അതുകൊണ്ടാണ് നമ്മൾ എയറേഷൻ കൊടുക്കാതിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.